ഒരു എല്ലിന്റെ കുറവുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയോ? ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു എല്ലിന്റെ കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം മനസ്സിലായവര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ലാസ്റ്റ് ടൈം ജില്ലുവിന്റെ ജെൻഡർ റിവീലിന്റെ സമയത്തും ഇതേപോലെ കോരി ചൊരിയുന്ന മഴയായിരുന്നു. അതും ഒരു മെയ് മാസത്തിലായിരുന്നു കേട്ടോ. കാരണം 2 പിള്ളേരും ജൂലൈയിലാണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടി കണ്ട SM ഇവന്റ്സ് ആണ് ലണ്ടൻ ഒണ്ടാരിയിലുള്ള. അവരാണ് നമുക്ക് വീട്ടിൽ പന്തലൊക്കെ ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഇത്തവണ വീട്ടിൽ വെച്ചിട്ടാണല്ലോ പരിപാടി. ജില്ലുവിന്റെ ജെൻഡർ റിവീല് നമ്മൾ വെളിയിൽ വെച്ചിട്ടാണ് നടത്തിയത്. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ഇല്ല എന്ന് ഉള്ളതിന് തെളിവാണിത്. പരിപാടി നടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് പോയാണ് ഞാൻ ഉടുപ്പെടുത്തത് തന്നെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് മെറ്റേണിറ്റി വാർഡിലേക്കാണ്. ഇന്ന് പ്രോഗ്രാമിന് വരേണ്ട ഒരാള് ഇന്നലെ ജസ്റ്റ് ഒന്ന് ചെക്കപ്പിന് പോയപ്പോഴത്തേന് അവർ പറഞ്ഞു പ്രസവിച്ചിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ പ്രസവവും കഴിഞ്ഞ് അവൾ അവിടെ കിടക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ നേരെ മെറ്റേണിറ്റി വാർഡിലേക്ക് പോന്നു. ഈ വാർഡിലായിരിക്കും ഞാനും ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ കുഞ്ഞുമായിട്ട് വന്ന് കിടക്കാൻ പോകുന്നത്. ഞാൻ കരുതി 2ാമത്തെ പ്രസവം ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ വളരെ കൂളായി പോയി പ്രസവിക്കുന്നു. പക്ഷേ മെറ്റേണിറ്റി വാർഡും ഇപ്പോൾ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അവളെ ലേബർ റൂമിൽ കയറ്റിയപ്പോഴൊക്കെ ഞാൻ അവിടെ കിടന്ന് തീ കൊള്ളുമായിരുന്നു. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞല്ലാതെ വെളിയിലുള്ള എൻ്റെ ജിലുബേബിനെ കുറിച്ചും എനിക്ക് നല്ല ടെൻഷനുണ്ട് പ്രസവം എടുക്കുമ്പോഴത്തേന്. ഇത് എല്ലാ അമ്മമാർക്കുള്ളത് തന്നെയാണ്. ഞാനൊരു പിൻട്രസ്റ്റ് പ്രാന്തിയാണ്. പിൻട്രസ്റ്റിലാണ് ഞാൻ മിക്ക കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് പോലും. അങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് ഒപ്പിച്ചൊരു തീമാണ്. ആ ഹെയർ സ്റ്റൈൽ പോലും പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. അപ്പം എല്ലാം സെറ്റായി, ഡെക്കറേഷനൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. നമുക്കിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിരിക്കുന്നത് റോഹനാണ്. റോഹനെ പഴയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇനി വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ആക്ടിംഗ് ഒക്കെ ആകാം. ജിലു വരെ ഞങ്ങളെ കണ്ട് ഈ ആക്ടിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അവളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതേപോലെ തന്നെ ചെയ്യും. ഇപ്പം അമ്മേനെ ഓടി വന്നൊന്ന് കെട്ടിപ്പിടിച്ചേ, ഒന്ന് ഹഗ് ചെയ്തേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതേപോലെ 2-3 ടേക്കൊക്കെ പോകും. പിന്നെ അച്ചാച്ചൻ്റെയും എൻ്റെയും കാര്യം പറയണ്ടല്ലോ. ഇതൊക്കെ ബിഹൈൻഡ് ദി സ്ക്രീൻ ആയിട്ട് കണ്ടാൽ മതി. ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഈ വീക്ക് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് നമ്മളെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ ആയല്ലോ. ഇത് ലാസ്റ്റ് മിനിറ്റ് തട്ടിക്കൂട്ട് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അതൊന്ന് കമന്റ് ചെയ്യണേ, എങ്ങനെയുണ്ടെന്ന്. ചില ഫ്രെയിംസിൽ എനിക്ക് അടിപൊളിയായിട്ടും ചില ഫ്രെയിംസിൽ പോരായിരുന്നു എന്നും തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിലധികം ഫോട്ടോസ് ഒന്നും ഫ്രെയിം ചെയ്തിട്ടില്ല ഞങ്ങൾ. അപ്പം 2-3 ഫോട്ടോസൊക്കെ ഇതൊന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയേ. ഏതായാലും നമുക്കിനി കലാപരിപാടിയിലേക്ക് കിടക്കാം. ബാർബിക്യൂ ആണല്ലോ നമ്മുടെ എയിം. അപ്പോൾ ബാർബിക്യൂ ചിക്കൻ ഒക്കെ ഞാനാണ് മാരിനേറ്റ് ചെയ്തത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെരി പെരി ചിക്കൻ മസാലയാണ് ഒരെണ്ണത്തില്. വേറെയില് വിക്റ്റിലുണ്ടായിരുന്ന ബാക്കിയുള്ള മസാലകളെല്ലാം ഇട്ടൊരു തട്ടിക്കൂട്ട് മസാലയും. അപ്പം ചിക്കനും റിപ്സും ഒക്കെയാണ് നമ്മുടെ മെയിൻ താരം. അങ്ങനെ മീറ്റ് എല്ലാം ബാർബിക്യൂല് വേകുമ്പോഴത്തേന് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരാതിരിക്കുന്ന കുറച്ച് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, എല്ലാവരും വൈറ്റ് ആൻഡ് റെഡ് കോംബോയിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ തീം പറഞ്ഞത് കേട്ടോ. അപ്പം എല്ലാവരും ജെന്യുവൻലി ആ കാര്യം ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ കലാപരിപാടി ജെൻഡർ റിവീൽ ചെയ്യാന്നുള്ളതാണ്. ജില്ലുവിന്റെ ജെൻഡർ റിവീൽ ചെയ്തത് ഹെലികോപ്റ്ററിന് കളർ പൊടിയിട്ടിട്ടാണ്. ഇത്തവണ ഞങ്ങൾ ഡ്രൈ ഐസ് ആണ് മേടിച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് നിറയെ ഡ്രൈ ഐസ് ഇങ്ങനെ നിറയ്ക്കുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പം കുറച്ച് പുക വരും. ആ പുകയിലേക്ക് നമ്മൾ സ്മോക്ക് ബോംബ് ഇടുക. അതാണ് നമ്മുടെ പ്ലാൻ. ഡ്രൈ ഐസ് ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ജെൻഡർ റിവീൽ ഒരു ഫെയിലിയർ ആകാൻ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഒറ്റ ട്രയൽ എല്ലാം റെഡി ആവണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും ജെൻഡർ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ അറിയും കേട്ടോ. ഇപ്പം അല്ല, ഈ ആഴ്ചയിൽ തന്നെ ഞാൻ റിവീൽ ചെയ്യും. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പം ബൈ ബൈ.